നവംബർ 14 വ്യാഴാഴ്ച. ലൂക്ക 17 20 മുതൽ 25 വരെ വാക്യങ്ങൾ. ഒരു ചെറിയ പെൺകുട്ടി തൻ്റെ മുത്തച്ഛനോടൊപ്പം ഒരു തുറന്ന കിണറിനരികിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ആ പെൺകുട്ടി ചോദിച്ചു, മുത്തച്ഛ, ദൈവം എവിടെയാണ് താമസിക്കുന്നത്? ആ വൃദ്ധൻ പെൺകുട്ടിയെടുത്ത് തുറന്ന കിണറിന് മുകളിൽ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, വെള്ളത്തിലേക്ക് നോക്കൂ, നീ എന്താണ് അവിടെ കാണുന്നത്? ഞാൻ എന്നെ തന്നെ കാണുന്നു, പെൺകുട്ടി പറഞ്ഞു. വൃദ്ധൻ പറഞ്ഞു, അവിടെയാണ് ദൈവം ജീവിക്കുന്നത്. ദൈവം നിന്നിൽ വസിക്കുന്നു. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ യേശു പറയുന്നത്. അത് ഇവിടെ അല്ലെങ്കിൽ അവിടെ അല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലാണ്. സ്നേഹമുള്ളിടത്ത് ദൈവവും ദൈവരാജ്യവുമുണ്ട്. ദൈവരാജ്യം എപ്പോൾ വരുമെന്ന് ഫരിസേയർ യേശുവിനോട് ചോദിക്കുന്നതോടെയാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല ദൈവരാജ്യം എന്ന് യേശു അവരോട് പറയുന്നു. ഇതാ ദൈവരാജ്യം എന്ന് ആരും നിങ്ങളോട് പ്രഖ്യാപിക്കുകയില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എന്നാണ് യേശു ഫരിസേയരോട് പറയുന്നത്. ദൈവരാജ്യം എന്ന വാക്ക് ബൈബിളിൽ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ പലതവണ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ പഠിപ്പിക്കലുകളുടെ കാതലായ അല്ലെങ്കിൽ കേന്ദ്ര വിഷയമാണിത്. ഭൂമിയിൽ കർത്താവ് വന്നത് സ്വർഗരാജ്യം സ്ഥാപിക്കാനാണ്. എന്നാൽ ഈ ദൈവരാജ്യം ഇവിടെയും അവിടെയും അല്ല എന്ന് യേശു പറയുന്നു. അത് നമ്മുടെ ഇടയിലാണ്. അതിനർത്ഥം നമ്മളത് നമ്മുടെ ഉള്ളിലല്ലാതെ വേറെ എവിടെയും അന്വേഷിക്കേണ്ടതില്ല എന്നാണ്. അത് നിരീക്ഷിക്കാൻ കഴിയില്ല. അത് അനുഭവമാണ്. അതിൻ്റെ പിന്നാലെ ഓടരുത്. പിന്നെയോ ജീവിക്കുക, അതിനായി ജീവിക്കുക. എന്നിട്ടും പലരും ഫരിസേയരെ പോലെ ചോദിക്കുന്നു, ദൈവരാജ്യം എപ്പോൾ വരും? നാം പലപ്പോഴും ദൈവരാജ്യം അനുഭവിച്ചറിയുന്നത് കാണാതെ പോകുന്നു. നമ്മളത് ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ തിരക്കിലാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് നമുക്ക് നമ്മുടെ കണ്ണുകളും ഹൃദയങ്ങളും തുറന്ന് ദൈവരാജ്യം നമ്മുടെ ഇടയിലും നമ്മുടെ ഉള്ളിലുമുള്ള വഴികൾ ശ്രദ്ധിക്കാം. ദൈവം ഇന്ന് നമ്മളെ ആശ്ചര്യപ്പെടുത്തുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.